എല്ലാവർക്കും അല്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കറിയുടെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് ഗൈസ്. കറിയുടെ പേരാണ് സോയാബീൻ കറി. അതിനാവശ്യമായുള്ള സോയാബീൻ അത് കഴുകി 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയത്. അതിന് വേണ്ടി നമ്മൾ ഇറച്ചിക്കറി പോലെയാണ് സോയാബീൻ വയ്ക്കുന്നത്. അതിന് വേണ്ടിയുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളിയും കുത്തിയരിഞ്ഞത്, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി. നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങിയാലോ ഗൈസ്? വരൂ എല്ലാവരും. അങ്ങനെ നമ്മുടെ സോയാബീൻ വെക്കാനുള്ള ചട്ടി റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ മൺചട്ടിയിലാണ് സോയാബീൻ വെക്കുന്നത്. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും വരൂ സോയാബീൻ കറി ഉണ്ടാക്കാൻ. ഹലോ ഗൈസ്, നമ്മൾ സോയാബീൻ കറി ഉണ്ടാക്കാനായിട്ടു അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ഹലോ ഗൈസ്, നമ്മൾ ചട്ടിയൊക്കെ വെള്ളം പറ്റി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും ഉലുവയും ഇടാം. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഗൈസ്. കണ്ടു കണ്ടു കണ്ടു. ഇനി ഇതിലേക്ക് കുറച്ചുലുവ, അത് കഴിഞ്ഞ് കുറച്ച് കടുകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുകും ഇട്ടു. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ കരിയാപ്പില ഇടാം. അങ്ങനെ നമ്മൾ കടുക് ഉലുവയും കൂടി പരസ്പരം ഫൈറ്റ് തുടങ്ങി ഗൈസ്. ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും. കണ്ടേ ഗൈസ്, ഇത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. അതൊന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി ഇഞ്ചിയും കിടന്ന് തുള്ളിച്ചാടി മൂക്കുന്നുണ്ട് ഗൈസ്, തുള്ളിച്ചാടി മൂക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട് ഗൈസ്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് 2 സവാളയാണ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി മറിച്ച് കുഴച്ച് കൊടുക്കാം. അങ്ങനെ ഗൈസ് ഞാൻ ഇളക്കി മറിച്ച് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വാഴാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഗൈസ് ഇത്ര ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് നല്ലപോലെ വഴണ്ട് വരത്തേ ഉള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉള്ളി വാടി തളർന്ന് കുഴഞ്ഞ് മറിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി എടുത്ത് വെച്ചേക്കുന്ന ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഗൈസ്, ഈ തക്കാളി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ച് കുഴച്ച് യോജിപ്പിച്ചെടുക്കാൻ ഗൈസ്. ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വരും. പിന്നെ ഗൈസ് അങ്ങനെ നമ്മുടെ തക്കാളി ഉള്ളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം ചേർത്താൽ മതി, അവരവരെ പാകത്തിന്. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കുറച്ച് 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി മല്ലിപ്പൊടി, ഇനി നമുക്ക് എല്ലാം കൂടി ഇളക്കി മറിച്ച് കുഴയ്ക്കാം. പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നല്ല ചൂടുവെള്ളമാണ്. അവരവരെ കറിക്ക് ഗ്രേവി കൂടുതലുള്ളവർക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം, കുറവുള്ളവർക്ക് കുറവ് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ച് യോജിപ്പിക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളക്കൊത്തി വെച്ചേക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കുകയാണ്.
കണ്ടു ഗൈസ്, കണ്ടു. ഇതിൽ നമ്മൾ ഇനി ഗരം മസാല ചേർക്കണം. ഇത് നമ്മൾ വെന്ത് നെയ്യൊക്കെ ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗരം മസാലയും ചേർക്കാം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ സോയാബീൻ ഇട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ ഗൈസ്, വെന്തതിന് ശേഷം നമുക്ക് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ സോയാബീൻ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിൽ ടച്ച് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.